എവിടെ നിർത്തിയത്? ഐശ്വര്യമായിട്ട് ഈ കോളേജ് ക്യാൻറ്റീൻ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഓക്കേ, എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഏലക്ക കരാമ്പട്ട അല്ല, കരാമ്പട്ടയുടെ അല്ല അല്ലേ? പക്ഷെ അതിനെക്കാട്ടിലും വലുത് എന്റെ മനസ്സിലെ തോന്നല. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. இன்னைக்கு என்ன நாள்? எலெக்ஷன் டே. எல்லாரும் மூத்து போட்டீங்களா? நான் என்னோட ஓட்டு போடுறதுக்காக வந்திருக்கேன். എന്നാലും നീ ഞങ്ങളോട് ഇത് ചെയ്തല്ലോ. എന്നോട് ക്ഷമിക്കമ്മേ, എന്റെ പ്രായത്തിന്റെ അറിവില്ലായ്മയായിരുന്നു. പക്ഷേ ഈ ആൾക്കാരൊക്കെ ഇതിന് വന്നേക്കണമേ. നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും എത്ര നേരം നിന്നാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയണ. നിന്റെ പോലീസ് പിടിച്ചെന്നാ തല്ലിയെന്നൊക്കെ കേട്ടല്ലോ, ശരി തന്നെ? പോലീസോ? മൈ ഫ്രണ്ട്സ്. അതിപ്പോ പറയാൻ കഴിയില്ല. ഒരു ഗ്ലാസ് പാലെടുക്കൂ. മിൽക്ക്. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവുമായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിനെ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ട് അതിന്റെ ചോദ്യങ്ങളിൽ ഒഴിഞ്ഞു മാറുകയാണ്. നല്ല ചൂടുള്ള ചായ, കൂൾ ഡ്രിങ്ക്സ് പോലെ കുടിക്കാൻ സ്ട്രോ വേണം. ഏയ് ചായ കുടി കഴിഞ്ഞു, ഇനി കപ്പ് ഉണ്ടാകാൻ കൈ വരുമോ? പുറത്ത് വണ്ടി റെഡിയാണോ? അല്പസമയം MLA ഓഫീസിൽ ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹം പോവുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നറിയില്ല. നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാനും. തൃശൂർ ദേശീയപാതയിലൂടെയാണ് ഇപ്പോൾ MLA വാഹനം കടന്നു പോകുന്നത്. നമ്മൾ അതിന്റെ തൊട്ടു പുറകെ തന്നെ ഉണ്ട്. രാഹുൽ തിരിച്ച് 38 ദിവസത്തിന് ശേഷം പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിയ സമയത്തും ഇതുപോലെയായിരുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു തരത്തിലുള്ള സൂചനയും തരാതെ രാഹുലിന്റെ വാഹനം തൃശൂർ ദേശീയപാതയിലൂടെ കടന്നു പോവുകയാണ്. വേണ്ട, ഇവന്റെ ഒക്കെ പുറകെ ഓടി തീർക്കാനുള്ളതല്ല എന്റെ ഇനിയുള്ള ജീവിതം.